ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പം ഇടയ്ക്കും പറയ്ക്കും വീഡിയോസൊക്കെ ഇടുന്നുള്ളൂന്ന് എനിക്കറിയാം. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ റീസെൻ്റായിട്ട് എടുക്കുന്ന വീഡിയോസാണ് കൂടുതലും ഞാൻ ഇടാൻ ശ്രമിക്കാറ്. പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം അതൊക്കെ പോട്ടെ. ഇപ്പം അതിനെപ്പറ്റിയൊന്നുമില്ല ഞാൻ പറയാൻ വന്നത് ഓസ്കിനെ പറ്റിയാണ്. നമ്മൾ UK എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓസ്കി എങ്ങനെ പാസ്സാവാം. എല്ലാവരും വിചാരിക്കുന്ന ഓസ്കി ഭയങ്കര, ഈവൻ ഞാൻ പോലും വിചാരിച്ചിരുന്ന ഓസ്കി ഭയങ്കര പാടാണ്, പഠിക്കാനായിട്ട് ഭയങ്കര ടഫാണ്, ഒന്നും മനസ്സിലാവുന്നില്ല, കേട്ടിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിലൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. കാരണം എനിക്ക് ഒന്നും, ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ ഞാൻ പഠിക്കും, എങ്ങനെ ഞാൻ പാസ്സാവും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഓസ്കി പാസ്സായ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഓസ്കി പഠിക്കുമ്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, വലിയ സിമ്പിളാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു, അവരൊക്കെ പാസ്സായതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ അങ്ങനെ പറയാമല്ലോ, കുഴപ്പമില്ല, അന്നേരം അവർ പറയുന്നതിലൊന്നും വലിയ കാര്യം ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പാസ്സായതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നീട് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ആണ് മനസ്സിലായത്, ശരിക്കും ഓസ്കി എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം. നമ്മളിപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ നേഴ്സായിട്ടിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇപ്പം ഒരു IM ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ IMനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതേ സെയിം സാധനം തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അത് പകരം നമ്മൾ അവിടെ വെർബലൈസ് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ വെർബലൈസ് ചെയ്യണം. അതേ ഉള്ളൂ. നമ്മളിപ്പോൾ വൈവേയിൽ പോയി കഴിഞ്ഞാൽ വൈവേയിൽ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ വെർബലൈസ് ചെയ്യുക. അതാണ് ഓസ്കി. അപ്പോൾ ഇവിടെ ഓസ്കി എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം 10 സ്റ്റേഷൻ ഉണ്ട്. ഈ 10 സ്റ്റേഷന് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം 10 സ്റ്റേഷനും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസെറ്റിനൊന്നും പോകണ്ട. ഇപ്പോൾ ഇൻ കേസ് ഒരു സ്റ്റേഷൻ പോയാൽ പോലും പിന്നെ റീസെറ്റ് ചെയ്യണം. പക്ഷേ ആ റീസെറ്റിൽ ഇരിക്കുവാണെങ്കിൽ തന്നെയും റീസെറ്റിൽ നമ്മൾ ആ ഒരു സ്റ്റേഷൻ മാത്രം പിന്നെ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ഇപ്പം ആദ്യം 794 എന്നുള്ള പേയ്മെന്റ് കൊടുത്തെങ്കിൽ രണ്ടാമത്തെ റീസെറ്റിനകത്ത് 300 സംതിങ് ആണെന്ന് തോന്നുന്നു, 350യോ എന്തോ അങ്ങനെ ഒരു പേയ്മെന്റ്. ഇൻ കേസ് നമ്മൾ 7 സ്റ്റേഷനിൽ കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം, അതായത് 10 സ്റ്റേഷനെ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഫസ്റ്റേ നമ്മൾ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിക്കണം എന്ന് ഞാൻ ആരോടും പറയത്തില്ല. പക്ഷെ എന്നാലും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ, കാണാപ്പാഠം പഠിക്കാതിരുന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ള ഓർത്തെടുത്ത് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ തന്നെയും ആരെങ്കിലെയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്താ പറയുക, ഇപ്പം വീട്ടിൽ കൊച്ചുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് അവരെ ഇരുത്തിയിട്ട് ഒരു പേഷ്യൻ്റായിട്ട് കണക്കാക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും അവിടെ പോയി സംസാരിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 10 സ്റ്റേഷൻ ഉണ്ട്. ഇപ്പം അല്ല, ഓസ്കിയിൽ 10 സ്റ്റേഷനാണ്. അപ്പോൾ 10 സ്റ്റേഷനകത്ത് ഇപ്പോൾ കുറച്ച് പുതിയതായിട്ട് കുറച്ച് സ്കിൽ സ്റ്റേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 10 സ്റ്റേഷനകത്ത് ആദ്യത്തെ 4 സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ APIE എന്ന് പറയുമ്പം അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, അതും 4 എണ്ണമാണ്. 10 4 സ്റ്റേഷൻ. പിന്നെ 4 എന്ന് പറഞ്ഞാൽ സ്കിൽ സ്റ്റേഷനാണ്. അപ്പം 4 8 സ്റ്റേഷൻ അങ്ങനെയായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ വാല്യൂസും എവിഡൻസ് ബേസ്ഡും, അങ്ങനെ മൊത്തം 10 സ്റ്റേഷനാണ് നമുക്കുള്ളത്. ഈ 10 സ്റ്റേഷനകത്ത് പ്രൊഫഷണൽ വാല്യൂസ് നമുക്ക് എഴുതാനായിട്ടാണ്, എവിഡൻസ് ബേസ് നമുക്ക് എഴുതാനായിട്ടാണ്, പിന്നെ അതേപോലെ പ്ലാനിങ് എഴുതാനായിട്ടാണ്, പിന്നെ വേറെ എന്താണ്, പിന്നെ സ്കിൽ സ്റ്റേഷനകത്ത് വരുന്നതിൽ ചിലപ്പം നമുക്ക് 2 പ്രാക്ടിക്കലായിട്ടും 2 എഴുതാനായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ മൊത്തം അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 5 എഴുതാനും 5 പ്രാക്ടിക്കലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 5 കോൺസെൻട്രേറ്റ്, 5 കറക്റ്റായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ 5 പ്രാക്ടിക്കലിന് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം അങ്ങനെ പ്രൊഫഷണൽ വാല്യൂസ്, എവിഡൻസ് ബേസ്ഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഓസ്കിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇനി തുടർന്നുള്ള എൻ്റെ വീഡിയോസിൽ ഓരോ സ്റ്റേഷനെ പറ്റിയും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം തുടർന്ന് എൻ്റെ വീഡിയോസ് എല്ലാം കാണുക. ഓസ്കിനെ അപ്ഡേറ്റ് എല്ലാം അതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. Bye. Videos